അല്ലളിയാ, നമ്മളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് ഇവനെ കാണുന്നില്ല. അളിയാ അളിയാ, നിനക്ക് ഇവിടെ നല്ല അടിമപ്പണിയാണെന്നുള്ള പറയേണ്ട വെച്ചാൽ നല്ല കട്ടപ്പണിയാ. വിളിച്ച കാര്യം പറ. ചുമ്മാ എടാ, ഞാൻ നിന്നെക്കൊന്ന് കാണാനായിട്ട് മിസ് ചെയ്യുന്നടാ. പിന്നെ എടാ, ഇവനെ നമ്മളെ കൊണ്ടെന്തോ കാര്യണ്ട് ഇവിടെ. അജി, നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? പിന്നല്ലാണ്ട് ഈ പടത്തിന്റെ പൂജയ്ക്ക് വന്നോട്ടെന്ന് ചോദിച്ചപ്പോ നീ നൈസായിട്ട് തേച്ചല്ലടാ നീ. അതൊക്കെ വിടും, ഇന്നലെ സത്യം പറ, കേൾക്കാൻ കൊതിയോ. നിങ്ങൾ രണ്ടുപേർക്കും ഈ സിനിമയിൽ നല്ല റോൾ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ എപ്പോഴേ. അതെ. എടാ, ഞാൻ റെഡിയാണ്. ആണോ? എനിക്ക് കലാവാസന ഉണ്ടല്ലോ. പിന്നെ ഇപ്പം സംവിധായകരും തിരക്കഥാർത്ഥികളൊക്കെ അഭിനയിക്കുന്ന ഒരു സീസണാണ്. അല്ല, പക്ഷേ ഇവന്റെ മറ്റേ ഓഡീഷനൊക്കെ കണ്ടിട്ടില്ലല്ലോ നീ? കണ്ടിട്ടുണ്ടോ മറ്റേ സാധനം? കണ്ടാണത്? ആക്ച്വലി നിന്നേക്കാൾ ഇവനാണ് ചേർച്ച റോളിന് കേട്ടാ. അതെന്ത് റോള്? എടാ, ഇത് മലയാള സിനിമയിൽ ഇതുവരെ ആരും ചെയ്യാത്ത റോളാണ്. പിന്നല്ലേ, ഇത് മലയാള സിനിമയിൽ ഭയങ്കര വലിയ തുടക്കമായിരിക്കും. എടാ, എന്നത് അവിടെ വിളിക്കുന്നുണ്ട്. ഒരു പണി, ഞാൻ ഷോർട്ട് ആകുമ്പോഴത്തേക്കും പറയാം. അതുവരെ എവിടെയും പോവരുത്. പിന്നെ ഒരു കാര്യം, രണ്ടുപേരോടും കൂടി ആയിട്ട്, ഇവിടെ അടിമപ്പണിയാണെങ്കിലും എനിക്കിവിടെ കുറച്ച് വിലയും നിലയൊക്കെ ഉണ്ട്. അത് നശിപ്പിക്കരുത്. ഓക്കെ? അതെ, ഞങ്ങൾ റോള് വരാത്തല്ലേ. നമുക്ക് പോയി പരിചയപ്പെട്ടാലോ? ഐഡിയാസ് ഗുഡ്, പക്ഷേ നമ്മൾ പോയി പരിചയപ്പെട്ട നമ്മുടെ വില പോകൂലേ? ഓ അല്ലേ, ഇപ്പൊ നമുക്ക് കൊട്ടക്കണക്കിന് വിലയാണല്ലോ. നീ വന്നേ, വാങ്ങണം. ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചു, എന്റെ രക്ഷയില്ല. ഹായ് 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 ഹായ്. ഹായ്. എനിക്ക് മനസ്സിലായില്ല, ക്രൂവിലുള്ളതാണോ? അയ്യോ, ഞങ്ങള് ഇവിടുത്തെ അസിസ്റ്റന്റ് ഡയറക്ടറില്ലേ, അവിനാഷ്. അവിനാഷിന്റെ ഫ്രണ്ട്സ് ആണ്, ക്ലോസ് ഫ്രണ്ട്സ്. ഓ, ഞാൻ DIG, ഇത് സാം. ഞാൻ അവിനാഷിനെ കുറച്ചു മുമ്പ് കണ്ടുള്ളൂ. നിങ്ങൾ വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ല? ഇല്ല. അവൻ പണ്ട് എങ്ങനെയാണവൻ മറന്നുപോയതായിരിക്കും. എന്ത് ചെയ്യുന്നു? എനിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ഉണ്ട്. ഓക്കെ. ഞാന് ആധാരം എഴുത്താണോ? അല്ല, റൈറ്ററാണ്. ഓഹോ, ഇരിക്കൂ. കുടിക്കാൻ എന്തെങ്കിലും പറയൂ. എന്റെ ദൈവമേ, ഇപ്പൊ ഞാൻ വിരലും കൂടെ വെണ്ടയ്ക്കയുടെ കൂടെ അരിഞ്ഞിട്ടേനെ. എന്താ രാവിലെ പോന്നെ? ഇന്നെന്താ സ്പെഷ്യല്? ഓ, ഇന്നൊന്നുമില്ല, അവിയല് സാമ്പാർ മാത്രമേ ഉള്ളൂ. അഭിമോൻ ഇല്ലാത്തോണ്ടേ എല്ലാരും വെജിറ്റേറിയൻ ആവാനുള്ള ശ്രമമാ. ചേച്ചി നേരത്തെ ചോദിച്ചു കേട്ടില്ലേ, മോളെന്താ രാവിലെ ലക്കി വിളിച്ചിട്ട് വന്നത്, അവക്കെന്താ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ടെന്ന്. അവൾ ഇതുവരെ റെഡി ആയില്ലേ? ലക്കി, ഞാൻ വന്നു, വേഗം വാ. അവളിപ്പോ 5 മിനിറ്റ് കൊണ്ട് റെഡിയാവും. നേരം വേണ്ടല്ലോ. കാത്തിരിപ്പൂ കൺമണി. ഈ ഓവറായി വേണ്ട. അടുത്ത് കൊള്ളാലോ. നെയിൽ പോളിഷ് മാച്ചല്ലോ. തന്നിട്ടതല്ലേ, വേണ്ട. ഹെയർ സ്റ്റൈൽ എന്ത് ചെയ്യും? ഓ, ഇപ്പം ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഞാൻ എന്തിനു വന്ന ബുദ്ധിയാ? നെയിൽ പോളിഷ് മാറ്റിയാ പോരെ. മോളെ, എടി നീ എന്താ ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നേ? ലക്കിമോൾ ഇതുവരെ റെഡി ആയിട്ട് വന്നില്ലേ? ചേച്ചിയല്ലേ പറഞ്ഞ അവള് 5 മിനിറ്റ് കൊണ്ട് റെഡി ആവുന്നു. ഞാനിപ്പോ വന്നിട്ട് എത്ര നേരം? 1/2 മണിക്കൂറായി. എത്ര നേരമായിട്ട് വിളിച്ചോണ്ടിരിക്കാന്നറിയോ? നീ പറഞ്ഞപ്പോഴാ 2 ദിവസമായിട്ട് അവൾക്ക് എന്തോ ഒരു മാറ്റം ഉണ്ട്. ഒരുങ്ങി ഇറങ്ങാൻ അവൾ ലേറ്റ് ആവുന്നുണ്ട്. മോളൊന്ന് കഥകെ തട്ടി വിളിച്ചു നോക്ക്. ചെല്ലേ. എടി ലക്കി, എത്ര നേരമായി വിളിക്കണം? ഒന്ന് ഉറങ്ങി വാടി പെണ്ണേ, എനിക്ക് ഉച്ചയ്ക്ക് ഷോപ്പ് പോവാനുള്ളതാ. ലക്കി, ഇവിടെ ചത്ത. എന്റെ ഈശ്വരാ, പണി പാളിയാ. എന്തേലും കാണുന്നുണ്ടോ? ഇല്ല ചേച്ചി, ഒന്നും കാണാൻ പറ്റുന്നില്ല. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ആരെങ്കിലും വിളിക്കണോ? എന്തിന്? ബേബി ചേച്ചി ഉള്ളപ്പോഴാ. നീ അങ്ങോട്ട് മാറിയെന്നേ. ചേച്ചി വേണ്ടട്ടോ ചേച്ചി, ഇതേ പണിയാവേ ചേച്ചി. നീ ഇതെപ്പോഴാ വന്നേ? കൊറേ നേരമായി.
അപ്പൊ വിളിക്കായിരുന്നില്ലേ? ഭയങ്കര ഡിഫറെന്റ് പേരാണല്ലോ, DIG. Yeah. എൻ്റെ ശരിക്കും പേര് അങ്ങനെയൊന്നുമല്ല, ഇത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടതാണ്. എൻ്റെ ശരിക്കുള്ള പേര് ദീപക് ഇന്ദുഗോപൻ എന്നാണ്. ഓ അതാണോ DIG? ആക്ച്വലി അതും വെറൈറ്റി പേരാണ്. ആണല്ലേ? എന്റെ അച്ഛൻ്റെ അമ്മയുടെയും കോൺട്രിബ്യൂഷൻ ആണത്. എൻ്റെ പേര് സാംസൺ ജോർജ് എന്നാണ്. അതൊരു തവണ പറഞ്ഞല്ലേ നീ. ഞാനാണ് അവിനാശ് ഡയറക്ട് ചെയ്ത ഷോർട്ട് ഫിലിമിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഓ പക്ഷെ അവാർഡ് കിട്ടിയ എനിക്കാണ്. ആണോ? എന്താ വാർഡ്? സ്ക്രിപ്റ്റ് റൈറ്റർ. You said it. ഓ അപ്പൊ നിങ്ങളൊരു ഫുൾ സിനിമ ചെയ്യാനുള്ള ടീം ഉണ്ടല്ലോ. Yes, yes. മനസ്സിലായില്ല? അല്ല, ശ്ശെ. അവിനാശ് ഡയറക്ഷൻ, Yeah. DIG സ്ക്രിപ്റ്റ്, Yes. സാം ആക്ടിങ്. ആദ്യം പറഞ്ഞ രണ്ടും കറക്റ്റാണ്. ആക്ടിങ് വിട്ടേക്ക്. ഇവന്റെ ആക്ടിങ് കണ്ടിട്ടില്ലാത്തോണ്ടാണ്. അതൊന്നുമല്ല, എനിക്ക് പിന്നെ ബിസിനസ്സാണ് താല്പര്യം. അതുകൊണ്ട് അല്ലാതെ നിനക്ക് അഭിനയിക്കാൻ അറിഞ്ഞിട്ടില്ല. നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ഇന്നറിയാലോ എനിക്ക് അഭിനയിക്കാൻ അറിയോ അറിയില്ലെന്ന്. നിങ്ങൾ ഈ സിനിമയിൽ റോൾ ചെയ്യുന്നുണ്ടോ? Yes. ആയിരിക്കില്ല. അത് പറഞ്ഞപ്പോഴേ ഇപ്പൊ നടന്നില്ല. അവന്റെ മേക്കപ്പ് ഇച്ചിരി ഓവറല്ലേ തോന്നിയില്ല. ഇല്ല, അത് ഇതാരാണ്? കുറെ നേരമായല്ലോ. അവിനാഷേ, എടാ അവിനാഷേ, ആ ഒരു മിനിറ്റ്. ആ എന്താ ജീവൻ? ഇതാരാടോ ഇപ്പന്മാര്? കുറെ നേരമായല്ലോ പ്രമിതയോട് സംസാരിച്ചോണ്ടിരിക്കണത്. ഒരു സ്ക്രിപ്റ്റ് പറയാമെന്നാണ്. ആ താടി വെച്ച പുള്ളിയില്ലേ, പുള്ളിയാണ് സ്ക്രിപ്റ്റ് റൈറ്റർ. ഏതോ ടാലന്റഡ് ന്യൂ കമറാന്ന് തോന്നുന്നു. മറ്റേത് ക്യാമറമാനാണ്. അങ്ങനെയാണല്ലേ? അവന്മാരോട് പെട്ടെന്ന് കഥ പറഞ്ഞ് പോകാൻ പറഞ്ഞേക്ക്. എനിക്കൊന്നും ഇഷ്ടമല്ല. ഓ. പിന്നെ ഞാൻ നിനക്ക് പുതിയൊരു ജോലി റെഡിയാക്കിയിട്ടുണ്ട്. എന്താണ്? എടി സെറ്റ് മൊത്തം കോഴികളാണ്. ആണോ? പ്രമിതയെ ആരെങ്കിലും ശല്യം ചെയ്യുന്നുണ്ടെങ്കിലേ അത് നീ നോക്കണം. എന്നിട്ട് നീ എന്നോട് വന്ന് പറയണം. ആ, നീ ആയതുകൊണ്ടാണ് ഞാൻ ഇത് ഏൽപ്പിക്കുന്നത്. ആ, നോക്കിയും കണ്ട് നിന്നെ ഞാൻ എന്റെ അടുത്ത പടത്തിലും ജോയിൻ ചെയ്യിപ്പിക്കാം. ആ. മര്യാദയ്ക്ക് അഭിനയിച്ചിട്ട് പോയിക്കൂടെ? എന്തോ കോമഡി സബ്ജക്റ്റ് ആണെന്ന് തോന്നുന്നു. പ്രമിത ചിരിക്കുന്നുണ്ട്. ശരിയാണ്. എനിക്ക് മനസ്സിലായില്ല. അതൊന്നും അറിയില്ല. ഞങ്ങളുടെ ക്യാരക്ടർ ടഫ് ക്യാരക്ടർ ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവനത് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, നമുക്കറിയാവുന്നല്ലേ.